ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിവിധ പരിപാടികളുമായി ഇന്നു മുതൽ രാജ്യതലസ്ഥാനത്ത് സജീവമാകും. രാവിലെ 11 മണിക്ക് ജന്തർ മന്ദറിൽ ജനകീയ കോടതി എന്ന പേരിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി അതിഷി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, ആം ആദ്മി പാർട്ടിയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിന് പിന്നാലെ സജീവമായി പ്രചരണ രംഗത്തും മറ്റും ഇറങ്ങാനുള്ള നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ നടപടികളും ക്രമീകരണങ്ങളും ഒക്കെ? ഏതെല്ലാം രീതിയിൽ ആളുകളിലേക്ക് ഇറങ്ങാനുള്ള നീക്കമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്? പ്രിയ, തീർച്ചയായിട്ടും ദില്ലിയിൽ കഴിഞ്ഞ ദിവസമാണ് പുതിയ മുഖ്യമന്ത്രിയായിട്ട് അതിഷി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി നീങ്ങുകയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിലായിരിക്കും ദില്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. അപ്പോൾ അതിനു മുന്നേ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇന്നു മുതൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ ആരംഭിക്കും. ഇന്ന് ജനതാ കി അദാലത്ത് അല്ലെങ്കിൽ ജനകീയ കോടതി എന്ന പേരിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. രാവിലെ 11 മണിയോടുകൂടി കെജ്രിവാളിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കും. ജന്തർ മന്ദറിലായിരിക്കും ക്യാമ്പയിന് തുടക്കമാവുക. ആം ആദ്മിയുടെ മുതിർന്ന നേതാക്കളടക്കം പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ ഒരു ജനകീയ കോടതി സംഘടിപ്പിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നും വലിയ തലത്തിലുള്ള ചില വിമർശനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ ഏത് തലത്തിലാണ് വേട്ടയാടുന്നത് അതടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തലത്തിലുള്ള വിമർശനങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദില്ലിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പുതിയ മന്ത്രിയായിട്ട് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതിഷിക്കൊപ്പം 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. 26, 27 തീയതികളിലാണ് ദില്ലി നിയമസഭാ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ അതിഷി സർക്കാർ അവരുടെ ഒരു ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്യും. അത്തരത്തിൽ ചില കാര്യങ്ങളാണ് ദില്ലി നിയമസഭയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്നും വലിയ തലത്തിലൊരു പ്രചരണം ആരംഭിക്കുകയും ചെയ്യും. ഇതിനു പുറമെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ വസതി ഒഴിയും. ഈ ആഴ്ച തന്നെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ വസതി ഒഴിയും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഔദ്യോഗിക വസതി ഒഴിയുന്ന സാഹചര്യത്തിൽ കെജ്രിവാളിന് പുതിയ വസതി അനുവദിക്കണമെന്ന് ആം ആദ്മി പാർട്ടി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് പുതിയ വസതി അനുവദിക്കണം എന്നൊരാവശ്യമാണ് ആം ആദ്മി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. പ്രിയ, ശരി. എന്തായാലും രാജിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ പരിപാടികളിൽ സജീവമായി ഇറങ്ങാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് ജന്തർ മന്ദറിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുമുണ്ട്. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്.